ഇന്ന് വളരെ വെറൈറ്റി ആയിട്ടുള്ളൊരു പലഹാരത്തിൻ്റെ റെസിപ്പിയാണ് കേട്ടോ ചെയ്ത് കാണിക്കുന്നത്. നമുക്ക് വീട്ടിലെ ഗസ്റ്റ് വരുമ്പോഴാണെന്നുണ്ടെങ്കിലും കുട്ടികൾ സ്കൂൾ വിട്ട് വരുമ്പോഴാണെന്നുണ്ടെങ്കിലും പെട്ടെന്ന് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന ഒരു മധുരത്തിൻ്റെ റെസിപ്പിയാണിത്. ഒട്ടും എണ്ണ തൊടാതെയോ ആവിയിൽ വേവിച്ചെടുക്കാതെയോ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കുന്ന ഒരു പലഹാരമാണ് കേട്ടോ ഇത്. അതുപോലെ തന്നെ നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു മധുരമാണിത്. അപ്പോൾ ഈ മധുരത്തിൻ്റെ റെസിപ്പി കണ്ടുകൊണ്ടിരിക്കുന്നതിനിടയിൽ നിങ്ങൾക്കിത് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കണം കേട്ടോ. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു മധുരമാണ് കേട്ടോ ഇത്. നല്ല പഞ്ഞി പോലെ ഇരിക്കുന്ന ഒരു മധുര പലഹാരമാണ്. അപ്പോൾ നമുക്ക് ഈ മധുരം എങ്ങനെ ചെയ്തെടുക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് ഈ മധുരത്തിൻ്റെ റെസിപ്പിയുടെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഇത് ചെയ്തെടുക്കാനായിട്ട് ആദ്യം തന്നെ ഞാനിപ്പോൾ ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. പാൻ ചൂടായി വരുമ്പം അതിലേക്ക് ഒരു സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ചൂട് നല്ലപോലെ താഴ്ത്തി വേണം കേട്ടോ വയ്ക്കാനായിട്ട്, ഒട്ടും ചൂട് കൂട്ടി വയ്ക്കരുത്. നെയ്യ് ചൂടായി കഴിഞ്ഞ് കഴിയുമ്പം അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഗ്രേറ്റ് ചെയ്ത ക്യാരറ്റാണ് ചേർത്ത് കൊടുത്തേക്കുന്നത്. ഒരു ടേബിൾ സ്പൂൺ മാത്രം മതി. നമ്മൾ എടുക്കുന്ന ബാക്കി എല്ലാ അളവിനും ഇൻഗ്രീഡിയൻസിൻ്റെ അളവിനനുസരിച്ചിട്ട് ക്യാരറ്റ് ഇപ്പോൾ ഇവിടെ ഒരു ടേബിൾ സ്പൂൺ മാത്രം മതി. അപ്പോൾ ഈ ക്യാരറ്റ് നമുക്ക് നെയ്യിലിട്ടിട്ട് ഒന്ന് വാട്ടിയെടുക്കാം. ചെറുതായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞു ചൂട് വളരെ കുറവിലാണ് വെച്ചിരിക്കുന്നതെന്ന്. അപ്പോൾ അതുകൊണ്ട് തന്നെ ക്യാരറ്റ് നമുക്ക് ചെറിയ ചൂടിലിട്ടിട്ട് ഒന്ന് വരട്ടിയെടുക്കാം. ക്യാരറ്റ് വല്ലാതെ വെന്ത് ഇങ്ങനെ വരണ്ട് വരുണ്ട ആവശ്യമൊന്നുമില്ല, വല്ലാതെ മൊരിയേണ്ട ആവശ്യമൊന്നുമില്ല. നെയ്യിൽ നല്ലപോലെ ഒന്ന് കോട്ടിങ്, നല്ലപോലെ നെയ്യിൻ്റെ കോട്ടിങ് കിട്ടിയാൽ മാത്രം മതി. അപ്പോൾ ക്യാരറ്റ് ഒന്ന് വരട്ടിയെടുത്ത് കഴിഞ്ഞതിന് ശേഷം പൊടിച്ചെടുത്തിരിക്കുന്ന റവയാണ് കേട്ടോ ഇത്. ഒരു കപ്പ് റവയുണ്ട്. ഇത് വറുക്കാത്ത റവയാണ്. നിങ്ങൾക്ക് വറുത്ത റവയോ വറുക്കാത്ത റവയോ ഉപയോഗിക്കാം. അതൊന്ന് മിക്സിയിലിട്ടിട്ട് ഒന്ന് പൊടിച്ചെടുക്കുക. അതിന് ശേഷം ആ റവയും ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഞാനിപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്നത് വറുക്കാത്ത റവയാണ്. അതൊന്ന് മിക്സിയിലിട്ടിട്ട് ഒന്ന് പൊടിച്ചെടുത്തേക്കുവാണ്. അതും കൂടെയും ക്യാരറ്റിൻ്റെ കൂടെ ചേർത്ത് കൊടുത്തിട്ട് അതും കൂടിയും ഒന്ന് വരട്ടിയെടുക്കുവാണ്. ഇപ്പോഴെല്ലാം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഫ്ലെയിം വളരെ ലോയിൽ വേണം വെച്ചെടുക്കാനായിട്ട്. കൂട്ടി വെച്ചാൽ ഇത് പെട്ടെന്ന് ഒന്ന് കരിഞ്ഞു പോകും, അല്ലെങ്കിൽ കളറ് മാറും. അവിടെ ഇവിടെ എല്ലാം കളറ് മാറും. എല്ലായിടത്തും കളർ ഒരുപോലെ കിട്ടാനായിട്ട് ഫ്ലെയിം നല്ലപോലെ കുറച്ച് വയ്ക്കണം. അപ്പോൾ നെയ്യ് കുറച്ച് കുറവുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് ഒരു അര സ്പൂൺ അങ്ങനെ ചേർത്ത് കൊടുക്കാം. അതിന് ശേഷം നമുക്ക് ഈ റവ വീണ്ടും ഒന്ന് വരട്ടിയെടുക്കണം കേട്ടോ. ക്യാരറ്റിലും നെയ്യിലും എല്ലാം കൂടെ ചേർന്നിട്ട് നെയ്യൊന്ന് റവയൊന്ന് ശരിക്കൊന്ന് ഒന്ന് പച്ചമണം മാറി കിട്ടണം. നല്ല വാസന വരും. നെയ്യിൽ റവ ഇങ്ങനെ വറുത്തെടുക്കുമ്പം നല്ല വാസന വരും. ആ വാസന വരുന്നിടം വരേക്ക് ഇതൊന്ന് ചെറിയ ചൂടിലിട്ടിട്ട് ഒന്ന് വരട്ടിയെടുക്കണം. അപ്പോൾ ആ സമയം ക്യാരറ്റും ഒന്നും കൂടെ ഒന്ന് വാടി കിട്ടിക്കോളും. ക്യാരറ്റൊക്കെ ഗ്രേറ്റ് ചെയ്തിരിക്കുന്നതായതുകൊണ്ട് അധികം സമയമൊന്നും ആവശ്യമില്ല. ഇപ്പോൾ റവ ചെറുതായിട്ട് നല്ലപോലെ കളറ് മാറി തുടങ്ങിയിട്ടുണ്ട്. ഈ സമയത്ത് ഞാനിപ്പോൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോകുന്നത്, നമ്മൾ നേരത്തെ ഒരു കപ്പ് എടുത്തിരുന്നു. ആ സെയിം കപ്പിൻ്റെ അളവിൽ തന്നെയാണ് കേട്ടോ എല്ലാ ഇൻഗ്രീഡിയൻസും ചേർത്ത് കൊടുക്കുന്നത്. ഈ സെയിം കപ്പിൽ തന്നെ ഞാൻ 2 കപ്പ് അളവിൽ ആണ് പാല് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ പാല് ഞാൻ നേരത്തെ തിളപ്പിച്ചിട്ട് ചൂടാറാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ചെറുതായിട്ട് ചൂടാറിയ പാലാണ് ചേർത്ത് കൊടുക്കുന്നത്. ആ റവ എടുത്തിരിക്കുന്ന കപ്പിൻ്റെ അതേ കപ്പിൽ തന്നെ 2 കപ്പ് പാലാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. 2 കപ്പ് പാല് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പാല് ചേർത്ത് കൊടുക്കുന്ന സമയത്ത് നമ്മൾ റവ ഇളക്കിക്കൊണ്ട് വേണം കേട്ടോ ചേർത്ത് കൊടുക്കാനായിട്ട്, അല്ലാന്നുണ്ടെങ്കിൽ കട്ട പിടിക്കും. അതുപോലെ തന്നെ ചൂട് നല്ലപോലെ കുറച്ച് വെച്ചിട്ട് വേണം പാല് ചേർത്ത് കൊടുക്കാനായിട്ട്. അല്ലാന്നുണ്ടെങ്കിൽ ഇത് ചിലപ്പോൾ ഒന്ന് കട്ട കെട്ടും. അപ്പോൾ അതുകൊണ്ടാണ് നല്ലപോലെ ചൂട് കുറച്ച് വെച്ചിട്ട് വേണം പാല് ചേർത്ത് കൊടുക്കാനായിട്ട്. പാല് പെട്ടെന്ന് തന്നെ ഈ റവ പാലിൽ വേവുന്ന സമയത്ത് പാല് ശരിക്കും മെൽറ്റായി പാല് ശരിക്കും അതിലേക്ക് അലിഞ്ഞ് ചേർന്നോളും. ഇപ്പോൾ തന്നെ നല്ലപോലെ കട്ടിയായി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ചൂട് കുറച്ച് വെച്ചിട്ട് നമ്മൾ ഈ റവ പാലിൽ ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് വേവിച്ചെടുക്കണം. ഈ റവയും ക്യാരറ്റും എല്ലാം കൂടെയും ശരിക്കും അതുപോലെ ഇങ്ങനെ ഒന്ന് വേവിച്ച് വരട്ടി എടുക്കണം. പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. റവ പൊടിച്ചിരിക്കുന്ന റവയും കൂടി ആയതുകൊണ്ട് തന്നെ അത് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. ഇപ്പോൾ റവ വെന്തു തുടങ്ങുന്ന സമയത്ത് ഞാനിപ്പോൾ ഇതിലേക്ക് മധുരത്തിന് വേണ്ടിയിട്ട് നമ്മൾ എന്തോരം റവ എടുത്തിരുന്നോ അത്രയും അളവിൽ തന്നെ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. പഞ്ചസാരയും ഇതുപോലെ തന്നെ മിക്സിയിലിട്ടിട്ട് ഒന്ന് പൊടിച്ചിട്ടാണ് ചേർത്ത് കൊടുത്തേക്കുന്നത്. നിങ്ങൾക്ക് മധുരം കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ ഞാനിപ്പോൾ ഇവിടെ 1 കപ്പ് റവയ്ക്ക് 1/4 കപ്പോളം പഞ്ചസാരയാണ് ചേർത്ത് കൊടുത്തത്. നിങ്ങൾക്ക് മധുരം കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ 1/2 കപ്പാക്കാം. അല്ല കുറവ് മതിയെന്നുണ്ടെങ്കിൽ 1/2 കപ്പ് പഞ്ചസാരയായാലും ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഒരു 1/4 കപ്പ് പഞ്ചസാര ചേർത്തിരിക്കുന്നത്. ഒരു മീഡിയം മധുരം മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ മധുരം വളരെ കുറച്ച് അളവിലാണ് ഞാൻ ചേർത്ത് കൊടുത്തേക്കുന്നത്. അപ്പോൾ അതിന് ശേഷം പഞ്ചസാരയും കൂടെ അതിലേക്ക് അലുത്ത് ചേരുമ്പം കുറച്ചും കൂടെ ഒന്ന് വെള്ളമയാവും. അപ്പോൾ ഇനി ഇത് നമുക്ക് ശരിക്കും ഒന്ന് വെള്ളമെല്ലാം വറ്റിച്ച് ഒന്ന് വരട്ടിയെടുക്കണം. അപ്പോൾ അതിനായിട്ട് കുറച്ച് സമയം കൂടെ ഇത് ചൂടിലിട്ടിട്ട് നല്ലപോലെ ഒന്ന് വരട്ടിയെടുക്കുക. റവയെല്ലാം ശരിക്കും വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതൊന്ന് വെള്ളമെല്ലാം ഒന്ന് വറ്റി കിട്ടിയാൽ മാത്രം മതി.
ഇപ്പോൾ ഈ സമയത്ത് ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ പൊടിച്ചിരിക്കുന്ന കപ്പലണ്ടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. വളരെ തരിയായിട്ടാണ് പൊടിച്ചേക്കുന്നത്. കുറച്ച് പൊടിച്ചിരിക്കുന്നതും കുറച്ച് ഫുള്ളായിട്ടുള്ള കപ്പലണ്ടിയും ഉണ്ട്. അപ്പോൾ അതങ്ങനെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 1 ടേബിൾ സ്പൂൺ അത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ബദാം ചോപ്പ് ചെയ്ത് ചേർക്കാം, അല്ലാന്നുണ്ടെങ്കിൽ നട്ട്സ് ആണെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് പൊടിച്ചിട്ട് ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള നട്ട്സ് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ കപ്പലണ്ടിയാണ് ചേർത്ത് കൊടുത്തേക്കുന്നത്. തൊലി കളഞ്ഞിട്ട് വറുത്തെടുത്തിരിക്കുന്ന കപ്പലണ്ടിയാണ്. ചുമ്മാ വെറുതെ പ്ലെയിനായിട്ട് വറുത്താണ് കേട്ടോ, നെയ്യിലൊന്നും വറുത്തൊന്നുമല്ല. അപ്പോൾ കപ്പലണ്ടി കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷം നമുക്ക് വെള്ളം വറ്റുന്നവരേക്ക് ഇതൊന്ന് വരട്ടിയെടുക്കണം കേട്ടോ. അതേ ഉള്ളൂ, ഇനി വേറെ പ്രത്യേകിച്ച് സാധനങ്ങളൊന്നും ചേർക്കാനില്ല. ഇനി ഇതിൻ്റെ വെള്ളമയം പോകുന്നവരേക്ക് ശരിക്കും ഇതൊന്ന് വരട്ടിയെടുക്കണം കേട്ടോ. ഇതുപോലെ ഇങ്ങനെ വെള്ളമയം ശരിക്കും പോയിട്ട് പാത്രത്തിൽ നിന്ന് ശരിക്കും വിട്ട് വന്നു തുടങ്ങും. ഇതുപോലെ ഇങ്ങനെ വെള്ളമെല്ലാം ശരിക്കും വറ്റി ശരിക്കും വിട്ട് വരുന്നുണ്ട് കേട്ടോ. ഈ സമയത്ത് വേണം ഇതിന് ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഒരു 3/4 സ്പൂണോളം ഏലക്കാപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ആ ഏലക്കാപ്പൊടി ലാസ്റ്റ് വേണം ചേർത്ത് കൊടുക്കാനായിട്ട്. വെള്ളമുള്ള സമയത്ത് ചേർത്ത് കൊടുത്താൽ അതിൻ്റെ മണം ഉണ്ടാവില്ല, വാസന ഉണ്ടാവില്ല. അപ്പോൾ ആ വെള്ളമെല്ലാം ശരിക്കും വറ്റി കഴിഞ്ഞിട്ട് ലാസ്റ്റ് സ്റ്റേജിൽ വേണം ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കാനായിട്ട്. അപ്പോഴാണ് ശരിക്കും ആ ഫ്ലേവർ അതിലേക്ക് പിടിക്കുകയുള്ളൂ. അപ്പോൾ ആ ലാസ്റ്റ് ഏലക്കാപ്പൊടി കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ കുറച്ചുകൂടെ ഒന്ന് നെയ്യ് വേണമെന്നുണ്ടെങ്കിൽ അതും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നെയ്യ് അത് ഓപ്ഷണലാണ് കേട്ടോ. ലാസ്റ്റ് ഇപ്പോൾ ചേർത്ത നെയ്യ് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെന്നുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താലും മതി. അല്ലാണ്ട് തന്നെ ഇത് ശരിക്കും റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ ഇങ്ങനെ തിരിച്ച് മറിച്ചും ഇട്ടിട്ട് ഇതിങ്ങനെ ശരിക്കും ഒന്ന് വരട്ടിയെടുക്കുക. ഇപ്പോൾ ശരിക്കും ഇത് റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതൊന്ന് ചൂടാറാനായിട്ട് ഞാനൊരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതൊരു ചൂടാറാനായിട്ട് വേറൊരു പ്ലേറ്റിലേക്ക് നമുക്ക് മാറ്റി വയ്ക്കാം. അപ്പോൾ ഇത് ഒന്ന് പരത്തി ഇട്ട് കൊടുക്കുക. ചൂടാറാനായിട്ട് ആ പാത്രത്തിൽ നിന്ന് ശരിക്കും വിട്ട് വരുന്നുണ്ട് കേട്ടോ. പാത്രത്തിൽ നിന്ന് ശരിക്കും വിട്ട് അത് ഫുള്ള് ഞാനിപ്പോൾ ഒരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷം ഇതൊന്ന് പരത്തിയിടുക. ആ പാത്രത്തിൽ നിന്ന് ഫുള്ളെല്ലാം വിട്ട് പോന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നെയ്യ് ചേർത്തിരിക്കുന്നതുകൊണ്ട് തന്നെ പാത്രത്തിൽ നിന്ന് ശരിക്കും വിട്ട് വരും. ഇനിയിപ്പോൾ ഇത് ചൂടാറാനായിട്ടൊന്ന് പരത്തിയിട്ട് കൊടുക്കുക. വല്ലാതെ ചൂടാറേണ്ട ആവശ്യമില്ല. ചെറുതായിട്ട് ചൂടോടുകൂടി വേണം നമുക്കിതൊന്ന് ഉരുട്ടിയെടുക്കാനായിട്ട്. ഇപ്പോൾ കയ്യിലൊന്ന് നെയ്യ് പുരട്ടി കൊടുക്കുക. അപ്പോൾ അത് ശരിക്കും നല്ല ഷേപ്പിൽ ഗ്ലേസിങ്ങോടുകൂടി നമുക്ക് ഉരുട്ടിയെടുക്കാൻ പറ്റും. കയ്യിൽ ശകലം നെയ്യ് പുരട്ടിയിട്ടൊന്ന് ഉരുട്ടിയെടുത്താൽ നല്ല ലഡുവിന് നല്ല ഗ്ലേസിങ് ഉണ്ടാകും. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ഉരുട്ടിയെടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ഒരു ഉരുണ്ട ഷേപ്പിലാണ് ഇത് ഉരുട്ടിയെടുക്കുന്നത്. അപ്പോൾ നെയ്യ് കയ്യിൽ പുരട്ടിയിരിക്കുന്നതുകൊണ്ട് തന്നെ നല്ലൊരു ഗ്ലേസിങ് ഉണ്ടാകും പലഹാരത്തിന്. അപ്പോൾ ഇതുപോലെ ഇത്രയും ഷേപ്പിലാണ് ഉരുട്ടിയെടുത്തിരിക്കുന്നത്. ഒരു ചെറിയ നെല്ലിക്കയുടെ വലുപ്പത്തിലാണ് ഞാനിപ്പോൾ ഇവിടെ ഉരുട്ടിയെടുത്തേക്കുന്നത്. അപ്പോൾ ഇനി നമുക്ക് അടുത്തതും ഉരുട്ടിയെടുക്കാം. അപ്പോൾ നമ്മൾ ഉരുട്ടിയെടുക്കുന്ന സമയത്ത് നമ്മളതിൽ ചേർത്തിരിക്കുന്ന കപ്പലണ്ടി, ക്യാരറ്റ് അതെല്ലാം പുറമേ ഒന്ന് ഭംഗിക്ക് വേണ്ടിയിട്ട് കാണാൻ പാകത്തിന് വരുന്ന ഷേപ്പിൽ വേണം ഉരുട്ടിയെടുക്കാനായിട്ട്. ഇപ്പോൾ അടുത്തതും ഇതുപോലെ ഇങ്ങനെ ഉരുട്ടിയെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് ഫുള്ള് ഞാൻ ഇതുപോലെ ഇങ്ങനെ ഉരുട്ടിയെടുത്ത് കഴിഞ്ഞതിന് ശേഷം കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഫുള്ള് ഇതെല്ലാം ഉരുട്ടിയെടുത്ത് വെച്ചിട്ടുണ്ട്. കയ്യിൽ നെയ്യ് പുരട്ടിയിട്ട് ഇങ്ങനെ ഉരുട്ടിയെടുത്തുകൊണ്ടാണ് കേട്ടോ അതുപോലെ ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ ഒരു ഗ്ലേസിങ് ഉള്ളത്. അപ്പോൾ അതുപോലെ തന്നെ അതിന് നല്ലൊരു ഭംഗിയും ഉണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇതാണ് ഞാൻ പറഞ്ഞ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു മധുരമാണിത്. നവരാത്രിയായിട്ട് കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കാനായിട്ട് പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു മധുര പലഹാരമാണ്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ റെസിപ്പി ആദ്യമായിട്ട് കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അടുത്തുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് ഓൾ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ ഞാൻ വീഡിയോസ് ഇടുമ്പം അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും. അപ്പോൾ വീണ്ടും എന്നും പറയുന്ന പോലെ ഈസി ആയിട്ടും ടേസ്റ്റി ആയിട്ടും വെറൈറ്റി ആയിട്ടുള്ള വേറൊരു പലഹാരമായിട്ട് ഉടനെ കാണുന്നവരേക്കും താങ്ക്